കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിച്ച് SFI. യൂണിയൻ കലോത്സവം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് SFIയുടെ പ്രതിഷേധം. കായിക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഒരേ സമയം തന്നെ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും വലിയ തരത്തിലുള്ള വെല്ലുവിളി തീർക്കുകയാണ് സർവകലാശാല VC. എന്താണിപ്പോൾ ഈ കലോത്സവം നടത്താതിരിക്കുന്നതിനുള്ള കാരണമായി VC പറയുന്നത്? SFI എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ? കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തുടരുന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ കലോത്സവം മുടക്കാനുള്ള കാരണമായി ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിലവിൽ 2024-25 സർവകലാശാല യൂണിയനാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷത്തെ കലോത്സവം നടത്തേണ്ടതും ഇതേ യൂണിയനാണ്. എന്നാൽ 2025 ഏപ്രിലിൽ കലോത്സവം നടന്നിരുന്നു. അത് ഈ യൂണിയൻ നേതൃത്വം നൽകിയാണ് അത്തരത്തിലൊരു കലോത്സവം നടന്നത്. പക്ഷേ ഈ കലോത്സവം എന്ന് പറഞ്ഞത് 2023-24 യൂണിയൻ ചുമതലയേൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഈ നിലവിലുള്ള യൂണിയൻ ഇത്തരത്തിൽ 2025 ഏപ്രിലിൽ ഒരു കലോത്സവം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കലോത്സവം യൂണിയന് നടത്താൻ കഴിയില്ല എന്നുള്ള വാദമാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ കലോത്സവം നടത്താൻ കഴിയില്ല ഉള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് അടക്കം അതിനെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ വൈസ് ചാൻസലർ ദുർവാശിയിലാണ് ഇത്തരത്തിൽ 2023-24 യൂണിയൻ ചുമതലയേൽക്കാതെ വന്നതും അതേ തുടർന്ന് കലോത്സവം മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും വന്നത്. പിന്നാലെ വന്ന യൂണിയൻ 2024-25 കാലത്തെ യൂണിയനാണ് ഇത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-24 കാലത്തെ കലോത്സവം നടത്തിയത്. പിന്നീട് ഈ നിലവിലുള്ള യൂണിയന്റെ കാലത്തുള്ള കലോത്സവം അത് നടക്കേണ്ടത് ഫെബ്രുവരിയിൽ നടത്താമെന്നുള്ളൊരു വാക്ക് അന്ന് സർവകലാശാല വൈസ് ചാൻസലർ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വൈസ് ചാൻസലർ അറിയിക്കുന്നത്. ഇത്തരത്തിൽ കലോത്സവത്തിന്റെ തീയതി പോലും നിശ്ചയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വൈസ് ചാൻസലറുടെ ദുർവാശി കാരണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ കായിക മേഖലയിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. നാഷണൽ ഗെയിംസ് അടക്കം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. ജേഴ്സി വാങ്ങാൻ അടക്കമുള്ള ഫണ്ട് അത് സർവകലാശാലയാണ് നൽകേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഫണ്ടും വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വൈസ് ചാൻസലറുടെ ചേംബറിലാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ഉള്ളത്. ഇത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് SFI പ്രവർത്തകരുള്ളത്. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.